gedit ടെക്സ്റ്റ് എഡിറ്ററിലെ കോമൺ എഡിറ്റ് ഫങ്ഷൻസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ gedit സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫങ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് ഇവിടെ പഠിക്കാം കണ്ടന്റ്, കട്ട്, കോപ്പി, പേസ്റ്റ് എന്നിവ ചെയ്യുന്നത്, undo, redo ആക്ഷൻസ്, ടെക്സ്റ്റ്, സെർച്ച്, റീപ്ലേസ് എന്നിവ. ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുവാൻ പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 1404 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, gedit 310 എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിഞ്ഞിരിക്കണം. നമുക്ക് gedit ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ students.txt എന്ന ഫയൽ തുറക്കാം. ഓപ്പൺ എന്ന ലേബൽ ഐക്കൺ ഉള്ള ടൂൾബാറിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഫയൽ തുറക്കുവാൻ ഷോർട്ട്കട്ട് ഐക്കൺ ഉണ്ട്. ഓപ്പൻ ഫയൽസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. വലതുവശത്തുള്ള ഡെസ്ക്ടോപ്പ് എന്ന ഫോൾഡർ തിരഞ്ഞെടുക്കുക. students.txt എന്ന ഫയൽ തിരഞ്ഞെടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എങ്ങനെ ടെക്സ്റ്റുകൾ കട്ട്, കോപ്പി, പേസ്റ്റ് എന്നീ പാഠങ്ങൾ പഠിക്കാം. നമ്മൾ കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ കാണുന്ന ആദ്യത്തെ 3 സ്റ്റുഡന്റ്സ് ഡീറ്റെയിൽ ഈ ഫയലിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. ആദ്യത്തെ 3 വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് 3 വരികളായി കഴ്സറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ആയി. ടൂൾബാറിലെ കട്ട് ഐക്കൺ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെയിൻ മെനുവിൽ നിന്ന് എഡിറ്റ്, കട്ട് എന്നിവ തിരഞ്ഞെടുക്കുക. ടെക്സ്റ്റ് കട്ട് ചെയ്യുവാനായി Ctrl+X കീകൾ ഒരുമിച്ച് അമർത്തണം. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഇനിമേലിൽ ഫയൽ വിസിബിൾ ആവില്ലെന്ന് ശ്രദ്ധിക്കുക. ഈ ടെക്സ്റ്റ് ഫയലിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് ദയവായി ശ്രദ്ധിക്കുക. ഇത് ക്ലിപ്പ്ബോർഡ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഭാഗമായി പ്രത്യക്ഷപ്പെടുന്നു. ക്ലിപ്പ്ബോർഡ് എന്നത് കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ആയ കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നു. കണ്ടന്റ് കോപ്പി ചെയ്യുകയോ അലൈൻ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്നതുവരെയോ താൽക്കാലികമായി സ്റ്റോർ ചെയ്യും. geditൽ നിന്ന് പുറത്തുകടന്ന ശേഷം ക്ലിപ്പ്ബോർഡ് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. geditലേക്ക് തിരിച്ചുവിടുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ഒരു പുതിയ ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യാം. മെയിൻ മെനുവിൽ നിന്നും ഫയൽ, ന്യൂ എന്നിവ ക്ലിക്ക് ചെയ്യുക. അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് 1 എന്ന ഡോക്യുമെന്റ് gedit വിൻഡോയിൽ തുറന്നു. ഇപ്പോൾ മെയിൻ മെനുവിൽ നിന്നും എഡിറ്റ്, പേസ്റ്റ് എന്നിവ തിരഞ്ഞെടുക്കുക. ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുവാനായി Ctrl+V ഒരുമിച്ച് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ടൂൾബാറിലെ പേസ്റ്റ് ഐക്കൺ ഉപയോഗിക്കുക. students.txt എന്നതിൽ നിന്നുള്ള ടെക്സ്റ്റ് ഈ ഡോക്യുമെന്റിലേക്ക് പേസ്റ്റ് ചെയ്യപ്പെടുന്നു. students.txt എന്ന ടാബ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് തിരഞ്ഞെടുക്കുകയും ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുകയും ചെയ്യാം. മെയിൻ മെനുവിൽ നിന്നും എഡിറ്റ്, കോപ്പി എന്നിവ തിരഞ്ഞെടുക്കുക. കണ്ടന്റ് കോപ്പി ചെയ്യുവാൻ Ctrl+C എന്നീ കീകൾ ഷോർട്ട്കട്ടായി ഉപയോഗിക്കാം. കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇപ്പോഴും കാണുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഈ ടെക്സ്റ്റ് ക്ലിപ്പ്ബോർഡിലും സ്റ്റോർ ചെയ്തിരിക്കുന്നു. അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് 1 എന്ന ടാബ് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ലൈനിനു ശേഷം കഴ്സർ വയ്ക്കുക, എന്റർ അമർത്തുക. ഇപ്പോൾ കണ്ടന്റ് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുക. നിർദ്ദിഷ്ട സ്ഥാനത്ത് കണ്ടന്റ്സ് പേസ്റ്റ് ചെയ്തിരിക്കുന്നു. geditൽ നിന്ന് കണ്ടന്റ് കട്ട്, കോപ്പി, പേസ്റ്റ് എന്നിവയ്ക്കുള്ള സിമ്പിളും ഇഫക്റ്റീവുമായ മാർഗമാണ് ഇത്. അടുത്തതായി undo, redo എന്നീ ഓപ്ഷനുകൾ കാണാം. gedit ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു ഫയൽ നിർമ്മിച്ച് മാറ്റങ്ങൾ അൺഡു ചെയ്യുവാൻ സഹായിക്കുന്നു. അടിസ്ഥാനപരമായി ഇത് ഡോക്യുമെന്റിന്റെ അവസാനം ചെയ്ത മാറ്റങ്ങൾ മായ്ച്ചുകളയുന്നു. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തു, undo ആവശ്യപ്പെട്ടാൽ ഇത് ഉപകാരപ്രദമായിരിക്കണം. undo എന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് Ctrl+Z ആണ്. undo എന്നതിന്റെ ഓപ്പോസിറ്റ് redo ആണ്. redo ആക്ഷൻ undo എന്നതിന്റെ റിവേഴ്സ് ആക്ഷൻ ആണ്. redo എന്നതിന്റെ കീബോർഡ് ഷോർട്ട്കട്ട് Shift+Ctrl+Z ആണ്. ഇപ്പോൾ gedit ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് മാറുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് undo സെലക്ട് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റ് എനിക്ക് കാണാനാകില്ല. കോപ്പി പേസ്റ്റ് ആക്ഷൻ അൺഡൺ ചെയ്യാം. നമുക്ക് വീണ്ടും undo ചെയ്യാം.
ഈ സമയം Ctrl+Z കീകൾ ഒരുമിച്ച് അമർത്തുക. കഴ്സർ മൂന്നാമത്തെ വരിയുടെ അവസാനത്തേക്ക് മാറ്റി. മുൻപത്തെ നടപടി ഇപ്പോൾ ആക്ഷൻ അൺഡു ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഡു വീണ്ടും തിരഞ്ഞെടുക്കുക. മുൻപ് നാം ആദ്യത്തെ 3 വരികളും പേസ്റ്റ് ചെയ്ത ഇനിമേൽ വിസിബിൾ അല്ല. ടൂൾബാറിലെ അൺഡു ഐക്കൺ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അൺഡു ആക്കുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് വീണ്ടും തിരികെ കിട്ടുക? ലളിതം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീഡു തിരഞ്ഞെടുക്കുക. റീഡു നമുക്ക് വീണ്ടും ചെയ്യാം. ഈ സമയം നമുക്ക് Shift+Ctrl+Z എന്നീ കീകൾ പ്രസ് ചെയ്യാം. നമുക്ക് ടൂൾബാറിലെ റീഡു ഐക്കൺ ഉപയോഗിക്കാം. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ലഭിച്ചു. ഇപ്പോൾ students.txt ഫയലുകളിൽ നിന്നും സ്റ്റുഡന്റ്സ് ഡീറ്റെയിൽസ് മാത്രമേ നമ്മുടെ gedit വിൻഡോയിൽ പകർത്തിയിട്ടുള്ളൂ. അടുത്തതായി സെർച്ച്, റീപ്ലേസ് എന്നീ ഓപ്ഷനുകൾ കാണാം. 100 ലൈനുകൾ ഉള്ള ഒരു ഫയലിൽ പ്രത്യേക വേർഡ് തിരയുവാൻ പ്രയാസമാണ്. സെർച്ച് ഫംഗ്ഷൻ ഡോക്യുമെന്റിലെ എല്ലാ വേർഡുകളെയും ഒരേപോലെ സെർച്ച് ചെയ്യുവാൻ അനുവദിക്കുന്നു. നമുക്ക് gedit ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരിച്ചു പോകാം. ഞാൻ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത school.txt എന്ന ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ഈ ട്യൂട്ടോറിയലിൽ school.txt എന്ന ഫയൽ കോഡ് ഫയൽ എന്ന ലിങ്കിൽ ലഭ്യമാണ്. ആ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഈ ഡോക്യുമെന്റിൽ ഞാൻ ഒരു പ്രത്യേക പദം തിരയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മെയിൻ മെനുവിൽ സെർച്ച്, ഫൈൻഡ് എന്നിവ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു രീതിയിൽ നമുക്ക് Ctrl+F എന്നീ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടൂൾബാർ എന്ന ഐക്കണിൽ സെർച്ച് ഫോർ ടെക്സ്റ്റ് ഉപയോഗിക്കുക. വിൻഡോയുടെ റൈറ്റ് കോർണറിൽ ഫൈൻഡ് ബോക്സ് ഓപ്പൺ ആകുന്നു. ഫൈൻഡ് ബോക്സിൽ സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. സ്കൂളിന്റെ എല്ലാ സംഭവങ്ങളും ഡോക്യുമെന്റിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നു. സ്കൂൾ എന്നതിന്റെ ആദ്യത്തെ സംഭവം ബ്രൗൺ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫൈൻഡ് ബോക്സിൽ കഴ്സർ വയ്ക്കുക. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രത്യക്ഷപ്പെടുന്ന ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും മാച്ച് കേസ് ക്ലിക്ക് ചെയ്യുക. ഒരു വാക്കു മാത്രം കേസ് ഓപ്ഷനുമായി യോജിക്കുന്നു. അതായത് സ്കൂൾ എന്ന വാക്കിന്റെ ക്യാപിറ്റൽ S ആണ്. ഫൈൻഡ് ബോക്സിൽ കഴ്സർ വയ്ക്കുക. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മാച്ച് കേസ് ഓപ്ഷൻ അൺചെക്ക് ചെയ്യുക. ഇപ്പോൾ മെയിൻ മെനുവിൽ നിന്ന് സെർച്ച് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. മറ്റൊരു രീതിയിൽ നമുക്ക് Ctrl+H എന്നീ കീകൾ ഒരുമിച്ച് അമർത്താം. അല്ലെങ്കിൽ ടൂൾബാറിൽ സെർച്ച് ഫോർ ആൻഡ് റീപ്ലേസ് ടെക്സ്റ്റ് ഉപയോഗിക്കുക. റീപ്ലേസ് ഡയലോഗ് ബോക്സ് കാണുന്നു. സെർച്ച് ഫോർ ഫീൽഡിൽ സ്കൂൾസ് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. റീപ്ലേസ് വിത്ത് എന്നതിൽ കോളേജസ് എന്ന് ടൈപ്പ് ചെയ്യുക. മാച്ച് എന്റയർ വേർഡ് ഓൺലി ചെക്ക് ബോക്സ് പരിശോധിക്കുക. എല്ലാ സ്കൂൾസ് എന്ന വാക്കുകളും ടെക്സ്റ്റും മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ആദ്യം സ്കൂൾ എന്നത് കോളേജസ് ആക്കി മാറ്റും. സ്കൂൾസ് എന്നതിലെ ഒക്യുറൻസ് കോളേജസ് ആയി റീപ്ലേസ് ചെയ്യുവാൻ റീപ്ലേസ് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിൻഡോ ക്ലോസ് ചെയ്യുവാൻ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. gedit ടെക്സ്റ്റ് എഡിറ്റർ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തിരയുവാൻ നമ്മളെ അനുവദിക്കുന്നു. ഫൈൻഡ് ബോക്സ് തുറക്കുന്നതിന് Ctrl+F എന്നീ കീകൾ ഒരുമിച്ച് അമർത്തുക. ഇപ്പോൾ ഫൈൻഡ് ബോക്സിൽ സ്റ്റുഡന്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുവാൻ തുടങ്ങുക. ആദ്യത്തെ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ S എന്നത് കഴ്സർ ഡോക്യുമെന്റിൽ എല്ലാ S ലെറ്റേഴ്സും ഹൈലൈറ്റ് ചെയ്യുന്നു. അവസാനമായി നമ്മൾ ടൈപ്പിംഗ് പൂർത്തിയാക്കുമ്പോൾ സ്റ്റുഡന്റ്സ് മുഴുവനായും ഹൈലൈറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് school.txt എന്ന ഫയൽ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെനു ബാറിൽ നിന്ന് ഫയൽ സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുക. ടൂൾബാറിലെ പ്രിന്റ് ഐക്കൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പ്രിന്റ് ഡയലോഗ് ബോക്സ് കാണുന്നു. ഒരു പ്രിന്റർ നിങ്ങളുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റർ ഡീറ്റെയിൽസ് എന്ന വിഭാഗത്തിൽ ലിസ്റ്റ് ആയിരിക്കും. ഈ വിൻഡോയിലെ ടാബുകൾ തിരഞ്ഞെടുത്ത് ഡിഫോൾട്ട് കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് അടിസ്ഥാനത്തിൽ ആയിരിക്കും. നിങ്ങളുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുവാൻ ചുവടെ വലതുവശത്തുള്ള പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റർ കോൺഫിഗറേഷൻ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് പ്രിന്റ് ആകും.
ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ചുരുക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് കട്ട്, കോപ്പി, പേസ്റ്റ്, അൺഡു, റീഡു, ടെക്സ്റ്റ്, സെർച്ച്, റീപ്ലേസ് എന്നിവ ചെയ്യുന്നത്, പ്രിന്റ്, ഓപ്ഷൻ എന്നിവ. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്. geditൽ school.txt ഫയൽ തുറക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് കോപ്പി ചെയ്ത് പുതിയ ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യുക. പുതിയ ഡോക്യുമെന്റ് schoolnew.txt ആയി സൂക്ഷിക്കുക. ആദ്യത്തെ വരി ഹെഡിംഗ് അബൌട്ട് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. അൺഡു മാറ്റുക. ഫയലിലെ കണ്ടന്റ്സ് എന്നതിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ സ്പോക്കൻ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? ഈ സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ചോദ്യമുള്ള മിനിറ്റിലും സെക്കൻഡുകളും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചോദ്യം ചുരുക്കി വിശദീകരിക്കുക. ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ആരെങ്കിലും ഉത്തരം നൽകും. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്തത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ.